ഹലോ ഓൾ. ഒരു മ്യൂച്വൽ ഫണ്ടിലെ ഹോൾഡിങ്സ് ഏതൊക്കെ കമ്പനികളാണെന്ന് തിരിച്ചറിയാൻ എങ്ങനെയാണ് മാർഗമെന്ന് നോക്കാം നമുക്ക്. ഇത് വളരെ എളുപ്പമാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ പോയി ചെക്ക് ചെയ്യാവുന്നതാണ്, അഥവാ നിങ്ങൾ ഏത് മ്യൂച്വൽ ഫണ്ടിൽ നിന്നാണോ എടുത്തേക്കുന്നത് അവരുടെ ആപ്പിൽ പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. അതല്ലാതെയും ഒരു ഈസി മെത്തേഡ് ഉണ്ട്, അതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതിൻ്റെ എളുപ്പവഴി എന്തെന്ന് വെച്ചാൽ morningstar.in എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യൂ. morningstar.in എന്നാണ് ആ വെബ്സൈറ്റിൻ്റെ പേര്. സോ ഇതിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് സെർച്ച് ചെയ്യാവുന്നതാണ്. അതിൽ നിങ്ങൾക്ക് ഏതൊക്കെ സ്റ്റോക്കുകളാണ് ഒരു പ്രത്യേക മ്യൂച്വൽ ഫണ്ടിൽ ഹോൾഡ് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാവും. ഇവിടെ ഞാൻ പരാഗ് പരീഖ് എന്ന് സെർച്ച് ചെയ്യാണ്. അവരുടെ വേറെ വേറെ ഫണ്ടുകൾ വരും. ഞാൻ ഫ്ലെക്സി ക്യാപ്പ് ഡയറക്റ്റ് ഗ്രോത്ത് എന്ന് സെർച്ച് ചെയ്യാണ്. ഞാനിതിൽ പേഴ്സണലി ഇൻവെസ്റ്റഡ് ആണ്, അതുകൊണ്ട് തന്നെ അതിൽ ഏതൊക്കെ സ്റ്റോക്കുകളുണ്ട് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുകയാണ്. ഇവിടെ വന്നാൽ ഓവർവ്യൂ, പോർട്ട്ഫോളിയോ, അല്ലെങ്കിൽ എന്നാണ് ഇതിൻ്റെ ഇൻസെപ്ഷൻ ഡേറ്റ് എന്ന കാര്യങ്ങളെല്ലാം ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. എക്സ്പെൻസ് റേഷ്യോ എത്രയാണ്, മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്, ടോട്ടൽ അസറ്റ് വാല്യൂ എത്രയാണ്, വൺ ഡേ റിട്ടേൺ ഇപ്പോൾ എത്രയാണ്, അതിൻ്റെ NAV എത്രയാണ്, എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ജസ്റ്റ് ഞാൻ സ്ക്രോൾ ചെയ്യുകയാണ്. ഇവിടെ ഓവർവ്യൂ, പോർട്ട്ഫോളിയോയിൽ കൊടുത്തു കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ അസറ്റ് ക്ലാസ്സിൽ ഇൻവെസ്റ്റഡ് ആണ്, ഇക്വിറ്റിയിൽ, ഫിക്സ്ഡ് ഇൻകം, ക്യാഷ്. സോ ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഇവിടെ ഏതാണ് സ്റ്റോക്കുകൾ എന്ന ഡീറ്റെയിൽഡ് പോർട്ട്ഫോളിയോ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് എത്രയാണ് സ്റ്റോക്ക് ഇവർ ഹോൾഡ് ചെയ്യുന്നത്. ഏകദേശം 65 സ്റ്റോക്കുകൾ ഇവർ ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നതുണ്ട്, ഇവിടെ കാണാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റോക്കിൻ്റെ വാല്യൂസ് എത്രയൊക്കെയാണ്, അവർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടോ ഡിക്രീസ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഇവിടെ കാണാവുന്നതാണ്. നിങ്ങൾക്ക് കാണാവുന്നതാണ് പവർ ഗ്രിഡ് കോർപ്പറേഷനിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, കോൾ ഇന്ത്യയിൽ 10% വരെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, ITCയിൽ 5% ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. സോ എത്ര വാല്യൂസ് അവർ ഇൻവെസ്റ്റഡ് ആണ് എന്ന കാര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. സോ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഏത് സെക്ടറാണെന്നുള്ളതും ഇവിടെ കാണാൻ കഴിയുന്നതാണ്. സോ ഇവർ അമേരിക്കൻ സ്റ്റോക്സായ ആൽഫബറ്റ് കമ്പനിയിലും ഇൻവെസ്റ്റഡ് ആണെന്ന് കാണാൻ കഴിയുന്നതാണ് ഇവിടെ. സോ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും ഏതൊക്കെ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റഡ് ആണ്, ഇൻക്രീസ് ചെയ്തിട്ടുണ്ടോ ഡിക്രീസ് ചെയ്തിട്ടുണ്ടോ. ഇൻഫോസിസിൽ 85% വരെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, കോട്ടക് മഹീന്ദ്രയിൽ 2.91, UTI അസറ്റ് മാനേജ്മെൻറ്റിൽ കുറച്ചിരിക്കുന്നു. സോ ഇത് വെച്ചിട്ടും നിങ്ങൾക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. ചില സ്റ്റോക്കുകൾ അവർ റെഡ്യൂസ് ചെയ്യുമ്പോൾ അതിനർത്ഥം ആ സ്റ്റോക്കുകൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഫർദർ ആ സ്റ്റോക്കുകളുടെ മൂല്യം ഇടിയാനുള്ള സാധ്യതയുണ്ട് എന്നത് തന്നെയാണ്. സോ ഇത് നിങ്ങൾക്കൊരു നല്ലൊരു വാല്യൂ തരുന്നൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. സോ ഇതിനെ പ്രയോജനപ്പെടുത്തുക. താങ്ക് യു.